The two terms in specific positions of some arithmetic sequences are given below. Write the first 5 terms of each. അതായത് ഒരു arithmetic sequenceലെ 2 terms തന്നിട്ടുണ്ട്. തേർഡ് ടേമും 6th ടേമുമാണ് തന്നിട്ടുള്ളത് അല്ലേ. അങ്ങനെയാണെങ്കിൽ ഈ സീക്വൻസിലെ ഫസ്റ്റ് 5 ടേംസ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ തേർഡ് ടേം തന്നിട്ടുണ്ട്, അതെത്രയാണ്? 34 ആണ്. പിന്നെ തന്നിട്ടുള്ളത് 6th ടേമാണ്, അതെത്രയാണ്? 67 ആണ്. ഓക്കെ, അപ്പോൾ ഈ തേർഡ് ടേമിൻ്റെയും 6th ടേമിൻ്റെയും ഇടയിൽ എത്ര കോമൺ ഡിഫറൻസ് ഉണ്ടാകും? അല്ലെങ്കിൽ തേർഡ് ടേമിൻ്റെ കൂടെ കോമൺ ഡിഫറൻസ് എത്ര ടൈംസ് ആഡ് ചെയ്താലാണ് 6th ടേം കിട്ടുക? അതിനു വേണ്ടി എന്ത് ചെയ്യണം? ഇത് ഇവിടെ 6 അല്ലേ, ഇത് 6th ടേമും ഇത് തേർഡ് ടേമുമാണ് അല്ലേ. അപ്പോൾ 6 മൈനസ് 3, അപ്പോൾ പ്ലസ് 6 മൈനസ് 3 ഡി എന്താണ്? കോമൺ ഡിഫറൻസ് ആണ്. ഓക്കെ, അപ്പോൾ തേർഡ് ടേമിൻ്റെ കൂടെ 6 മൈനസ് 3d അതെത്രയാണ്? 6 മൈനസ് 3 എന്ന് പറഞ്ഞാൽ 3 അല്ലേ, അപ്പോൾ 3d. അപ്പോൾ തേർഡ് ടേമിൻ്റെ കൂടെ 3d ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുക? 6th ടേം കിട്ടുക. എങ്ങനെ 3d കിട്ടിയത്? ഈ 6 മൈനസ് 3 ആണ് 3. ഓക്കെ, എഴുതാം. തേർഡ് ടേം എത്ര? 34 അല്ലേ. സോ 34 എത്ര ആഡ് ചെയ്യണം? എത്ര കോമൺ ഡിഫറൻസ് ഉണ്ട്? 3 കോമൺ ഡിഫറൻസ് അല്ലേ. സോ പ്ലസ് 3d ഈസ് ഈക്വൽ ടു എന്താണ്? 6th ടേം. 6th ടേം എത്ര? 67 അല്ലേ. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ എന്ത് കാണണം? ഡി കാണണം അല്ലേ. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഈ 34നെ ഇവിടെ ആഡ് ചെയ്തേക്കുമല്ലേ, അപ്പോൾ ഈ പ്ലസ് 34നെ കെൽറ്റുവിൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ മൈനസ് 34 ആകും. സോ 3d ഈസ് ഈക്വൽ ടു 67 മൈനസ് 34. 67 മൈനസ് 34 എത്രയാണ്? 33 ആണല്ലേ. അപ്പോൾ 3d ഈസ് ഈക്വൽ ടു 33. അപ്പോൾ ഡി എന്തായിരിക്കും? ഡി കാണാൻ വേണ്ടിയിട്ട് ഇവിടെ 3യെ ഇൻറ്റു ചെയ്തേക്കുമല്ലേ, അപ്പോൾ ഇൻറ്റു 3യെ കെൽറ്റുവിൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ ബൈ 3 ആകും. സോ ഡി ഈസ് ഈക്വൽ ടു 33/3. ദാറ്റ് ഈസ് ഡി ഈസ് ഈക്വൽ ടു എന്താണ്? 11. ഓക്കെ, 33/3 11 അല്ലേ. അപ്പോൾ ഇവിടുത്തെ കോമൺ ഡിഫറൻസ് എന്താണ്? 11 ആണ് അല്ലേ. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഫസ്റ്റ് 5 ടേംസ് കാണണം അല്ലേ. ഫസ്റ്റ് ടേം, പിന്നെ ഏതാണ് തന്നിട്ടുള്ള ഒരു തേർഡ് ടേം. ഓക്കെ, ഫസ്റ്റ് ടേം നമ്മൾ കണ്ടുപിടിക്കണം. അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്യാം കേട്ടോ. ഫസ്റ്റ് ടേം എന്താണെന്ന് അറിയില്ല. തേർഡ് ടേം എത്രയാണ്? 34 ആണ് തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഈ ഫസ്റ്റ് ടേമിൻ്റെ കൂടെ എത്ര കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യുമ്പോഴാണ് തേർഡ് ടേം കിട്ടുക? അല്ലെങ്കിൽ ഫസ്റ്റ് ടേമിൻ്റെയും തേർഡ് ടേമിൻ്റെയും ഇടയിൽ എത്ര കോമൺ ഡിഫറൻസ് ഉണ്ട്? അത് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഈ 3യിൽ നിന്നും ഈ 1 മൈനസ് ചെയ്യണം. ഓക്കെ, 3 മൈനസ് 1d അല്ലേ. 3 മൈനസ് 1 2 അല്ലേ. അപ്പോൾ പ്ലസ് 2d അല്ലേ. ഫസ്റ്റ് ടേം പ്ലസ് 2d ആണ് എന്ത്? തേർഡ് ടേം അല്ലേ. ഇറ്റ് ഈസ് ഫസ്റ്റ് ടേം പ്ലസ് 2d ഈസ് ഈക്വൽ ടു എന്താ? തേർഡ് ടേം. തേർഡ് ടേം 34 അല്ലേ. ഈസ് ഈക്വൽ ടു 34. ദാറ്റ് ഈസ് ഫസ്റ്റ് ടേം പ്ലസ് 2d. d 11 അല്ലേ. അപ്പോൾ 2 ഇൻറ്റു 2d എന്ന് പറഞ്ഞാൽ 2 ഇൻറ്റു 11. 2 ഇൻറ്റു 11 22 ആണല്ലേ. സോ ഫസ്റ്റ് ടേം പ്ലസ് 22 ഈസ് ഈക്വൽ ടു 34. ഇതിൽ നിന്നും നമ്മൾ ഫസ്റ്റ് ടേം കണ്ടുപിടിക്കുക. അതിന് വേണ്ടി എന്ത് ചെയ്യണം? ഇവിടെ 22നെ ആഡ് ചെയ്തേക്കുമല്ലേ. അപ്പോൾ ഈ പ്ലസ് 22നെ കെൽറ്റുവിൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ മൈനസ് 22 ആകും. സോ ഫസ്റ്റ് ടേം ഈസ് ഈക്വൽ ടു 34 മൈനസ് 22. എത്രയാണ്? 34 മൈനസ് 22 12 ആണല്ലേ. അപ്പോൾ ഫസ്റ്റ് ടേം എന്ത് കിട്ടി? 12 കിട്ടി. ഓക്കെ, ഇനി ബാക്കി ടേം കണ്ടൂടെ. അപ്പോൾ സീക്വൻസ് എഴുതാം. ഓക്കെ, ഫസ്റ്റ് 5 ടേംസ് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ടേം എന്താണ്? 12 ആണ് കിട്ടിയത്. ഓക്കെ, സെക്കൻഡ് ടേം എന്താ? അടുത്ത ടേം എന്തായിരിക്കും? ഫസ്റ്റ് ടേമിൻ്റെ കൂടെ കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യണം അല്ലേ. പ്ലസ് എന്ത് ആഡ് ചെയ്യണം? കോമൺ ഡിഫറൻസ് എത്ര? 11 അല്ലേ. d 11 അല്ലേ കിട്ടിയത്. അപ്പോൾ പ്ലസ് 12 പ്ലസ് 11 ആണ് അടുത്ത ടേം. 12 പ്ലസ് 11 എത്രയാണ്? 23 ആണ് അല്ലേ. സോ നെക്സ്റ്റ് ടേം ഈസ് 23. അത് കഴിഞ്ഞിട്ടുള്ള ടേം കിട്ടണമെങ്കിൽ അതിൻ്റെ കൂടെ നമ്മൾ കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യണം അല്ലേ. അതായത് പ്ലസ് എത്രയാണ് കോമൺ ഡിഫറൻസ്? 11. 23 പ്ലസ് 11 എത്രയാണ്? 34 ആണല്ലേ. സോ നെക്സ്റ്റ് ടേം 34. ഇനി അതിന് ശേഷമുള്ള ടേം കിട്ടണമെങ്കിൽ അതിൻ്റെ കൂടെ നമ്മൾ എന്ത് ആഡ് ചെയ്യണം? കോമൺ ഡിഫറൻസ് ആയ 11 ആഡ് ചെയ്യണം അല്ലേ. 34 പ്ലസ് 11 എത്രയാണ്? 45 ആണല്ലേ. ഇനി അതിന് ശേഷമുള്ള ടേം കിട്ടണമെങ്കിൽ അതിൻ്റെ കൂടെ നമ്മൾ എന്താണ് ആഡ് ചെയ്യണം? കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യണം. 45 പ്ലസ് 11 എത്രയാണ്? 56 ആണല്ലേ. അപ്പോൾ 5 ടേംസ് ആയില്ലേ.
ഇതാണ് സീക്വൻസ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. ഇതിൽ തേർഡ് ടേം തന്നിട്ടുണ്ട് അല്ലേ, അതെത്രയാണ് 43 ആണ്. പിന്നെ തന്നിട്ടുള്ള സിക്സ്ത് ടേം ആണ് അല്ലേ, അതെത്രയാണ് 76 ആണ് അല്ലേ. അപ്പോൾ തേർഡ് ടേമിൻ്റെ കൂടെ എത്ര കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യുമ്പോഴാണ് സിക്സ്ത് ടേം കിട്ടുക? അത് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? ഇവിടെ സിക്സ്ത് ടേമും തേർഡ് ടേമും അല്ലേ, അപ്പോൾ 6 - 3 അത് എത്രയാണ്? 3 ആണ് അല്ലേ. അപ്പോൾ 3 ടൈംസ് കോമൺ ഡിഫറൻസ്, അതായത് 3D അല്ലേ. അപ്പോൾ തേർഡ് ടേമിൻ്റെ കൂടെ 3 ടൈംസ് കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യുമ്പോൾ സിക്സ്ത് ടേം കിട്ടുന്നു. ഓക്കെ, തേർഡ് ടേം എന്താ? 43 അല്ലേ. അപ്പോൾ 43 + 3D = 76. ഇതിൽ നിന്നും ഡിയുടെ വാല്യൂ കാണണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ 43 ഇവിടെ ആഡ് ചെയ്തേക്കുമല്ലേ, അപ്പോൾ ഈ +43യെ കെൽറ്റിൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ -43 ആകും. സോ 3D = 76 - 43. അതെത്രയാണ്? 33 ആണല്ലേ. സോ 3D = 33. അപ്പോൾ D എന്തായിരിക്കും? ഇവിടെ 3യെ ഇൻറ്റു ചെയ്തേക്കുമല്ലേ, അപ്പോൾ ഇൻറ്റു 3യെ കെൽറ്റിൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ /3 ആകും അല്ലേ. സോ D = 33/3. ദാറ്റ് ഈസ് D = 33/3 എത്ര? 11 ആണല്ലേ. അപ്പോൾ ഇവിടുത്തെ കോമൺ ഡിഫറൻസ് എന്താണ്? 11 ആണ്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ബാക്കി ടേംസ് ഒക്കെ കണ്ടുപിടിച്ചൂടെ? അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം എന്ത് വേണം? ഫസ്റ്റ് ടേം കണ്ടുപിടിക്കണം അല്ലേ. ഫസ്റ്റ് ടേം എന്താണെന്ന് നമുക്കറിയില്ല. ക്വസ്റ്റ്യനിൽ ഒരു തേർഡ് ടേം തന്നിട്ടുണ്ട്, അത് എത്ര? 43 ആണല്ലേ. തേർഡ് ടേം = 43 ആണെന്ന് തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഈ ഫസ്റ്റ് ടേമിൻ്റെ കൂടെ എത്ര ആഡ് ചെയ്യുമ്പോഴാണ്, എത്ര ടൈംസ് കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യുമ്പോഴാണ് തേർഡ് ടേം കിട്ടുക? അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഈ 3യിൽ നിന്നും 1 മൈനസ് ചെയ്യുക. 3 - 1 അത്ര 2 അല്ലേ. അപ്പോൾ +2 ടൈംസ് D, അതായത് 2D ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുക? തേർഡ് ടേം കിട്ടുക അല്ലേ. അതായത് ഫസ്റ്റ് ടേം +2D, 2 ടൈംസ് കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടുന്നു? = തേർഡ് ടേം. തേർഡ് ടേം എത്രയാണ്? 43 അല്ലേ. സോ 43. That is first term plus D എത്ര നമുക്ക് കിട്ടി? 11 അല്ലേ. അപ്പോൾ 2D എന്ന് പറഞ്ഞാൽ 2 × 11, അതായത് 22 = 43. ഇതിൽ നിന്ന് ഫസ്റ്റ് ടേം കണ്ടുപിടി. അതിന് വേണ്ടി എന്ത് ചെയ്യണം? ഈ +22നെ കെൽറ്റിൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ -22 ആകും അല്ലേ. സോ ഫസ്റ്റ് ടേം = 43 - 22. -43 - 22 എത്രയാണ്? 21 ആണല്ലേ. സോ ഫസ്റ്റ് ടേം 21 ആണ്. ഓക്കെ, അപ്പോൾ സീക്വൻസ് എന്തായിരിക്കും? ഫസ്റ്റ് ടേം 21 ആണ്, അത് എഴുതി. സെക്കൻഡ് ടേം എന്തായിരിക്കും? സെക്കൻഡ് ടേം കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അതിൻ്റെ കൂടെ കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യണം അല്ലേ. കോമൺ ഡിഫറൻസ് എത്ര കിട്ടിയത്? 11 അല്ലേ. സോ +11, 21 + 11 എത്രയാണ്? 32 ആണ് അല്ലേ. സോ നെക്സ്റ്റ് ടേം 32. ഇനി അതിന് അടുത്ത ടേം കിട്ടണമെങ്കിൽ അതിൻ്റെ കൂടെ നമ്മൾ എന്ത് ആഡ് ചെയ്യണം? 11 ആഡ് ചെയ്യണം അല്ലേ. ദാറ്റ് ഈസ് 32 + 11 എത്ര? 43. അതിന് ശേഷമുള്ള ടേം കിട്ടണമെങ്കിൽ അതിൻ്റെ കൂടെ നമ്മൾ 11 ആഡ് ചെയ്യണം അല്ലേ. 43 + 11 എത്രയാണ്? 54. ഇനി അതിന് ശേഷമുള്ള ടേം കിട്ടണമെങ്കിൽ അതിൻ്റെ കൂടെ നമ്മൾ കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യണം, +11 അല്ലേ. 54 + 11 എത്രയാണ്? 65. ഓക്കെ, 5 ടേംസ് ആയില്ലേ. ഓക്കെ, സോ ദ സീക്വൻസ് ഈസ് 21, 32, 43, 54, 65 etc. ഇവിടെ തേർഡ് ടേം തന്നിട്ടുണ്ട് അല്ലേ. തേർഡ് ടേം എത്രയാണ്? 2 ആണ്. പിന്നെ ഫിഫ്ത്ത് ടേം തന്നിട്ടുണ്ട്, അത് എത്രയാണ്? 3 ആണ് അല്ലേ. അപ്പോൾ തേർഡ് ടേമിൻ്റെ കൂടെ എത്ര ടൈംസ് D ആഡ് ചെയ്യുമ്പോഴാണ് ഫിഫ്ത്ത് ടേം കിട്ടുക? അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഈ ഫിഫ്ത്തിൽ നിന്ന് തേർഡ് മൈനസ് ചെയ്യണം അല്ലേ. 5 - 3 അത് എത്രയാണ്? 2 ആണല്ലേ. അപ്പോൾ +2D. ഓക്കെ, തേർഡ് ടേം +2D ആണ് എന്ത്? ഫിഫ്ത്ത് ടേം അല്ലേ. തേർഡ് ടേം 2 അല്ലേ. സോ 2 + 2D = ഫിഫ്ത്ത് ടേം. ഫിഫ്ത്ത് ടേം എത്ര? 3 അല്ലേ. ഇതിൽ നിന്നും D കാണാം. അതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? ഈ 2യെ ഇവിടെ ആഡ് ചെയ്തേക്കില്ലേ. സോ +2നെ കെൽറ്റിൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ -2 ആകും. സോ 2D = 3 - 2. ദാറ്റ് ഈസ് 2D = 3 - 2 1 ആണ് അല്ലേ. അപ്പോൾ
2D 1 ആണ്. അപ്പോൾ D എന്തായിരിക്കും? ഇവിടെ 2നെ ഇൻറ്റു ചെയ്തേക്കുമല്ലേ. സോ ഇൻറ്റു 2നെ equal to ൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ ബൈ 2 ആകും. സോ D is equal to 1/2. ഓക്കെ, അപ്പോൾ D 1/2 ആണെന്ന് കിട്ടി. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ടേം കണ്ടുപിടിച്ചൂടെ? ഫസ്റ്റ് ടേം എത്രയാണെന്ന് നമുക്ക് അറിയില്ല. തേർഡ് ടേം തന്നിട്ടുണ്ട് അല്ലേ. തേർഡ് ടേം എത്രയാണ്? 2 ആണെന്ന് തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഈ ഫസ്റ്റ് ടേമിൻ്റെ കൂടെ എത്ര കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യുമ്പോഴാണ് തേർഡ് ടേം കിട്ടുക? ഫസ്റ്റ് അത് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഈ 3യിൽ നിന്നും 1 മൈനസ് ചെയ്യുക. 3 - 1 2 അല്ലേ. അപ്പോൾ 2D അല്ലേ. 2D ഫസ്റ്റ് ടേമിൻ്റെ കൂടെ 2D ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? തേർഡ് ടേം കിട്ടും അല്ലേ. ഫസ്റ്റ് ടേം പ്ലസ് 2D ഈസ് ഈക്വൽ ടു തേർഡ് ടേം അല്ലെങ്കിൽ 2. is first term plus D എത്രയാണ്? ഹാഫ് ആണ്. അപ്പോൾ 2D എന്ന് പറഞ്ഞാൽ 2 ഇൻറ്റു ഹാഫ്. 2 ഇൻറ്റു ഹാഫ് എന്ന് വെച്ചാൽ എത്ര? 2 ഇൻറ്റു ഹാഫ് എന്ന് വെച്ചാൽ എന്താ? 2/2 ആണല്ലേ. അതായത് 1 ആണല്ലേ. അപ്പോൾ 1 ഈസ് ഈക്വൽ ടു 2. അപ്പോൾ ഇതിൽ നിന്ന് ഫസ്റ്റ് ടേം കണ്ടുകൂടെ? അതിന് വേണ്ടി എന്ത് ചെയ്യണം? ഇവിടെ 1നെ ആഡ് ചെയ്തേക്കുമല്ലേ. സോ പ്ലസ് 1നെ ഈക്വൽ ടു അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ -1 ആകും അല്ലേ. സോ ഫസ്റ്റ് ടേം ഈസ് ഈക്വൽ ടു 2 - 1. 2 - 1 1 അല്ലേ. അപ്പോൾ ഫസ്റ്റ് ടേം നമുക്ക് 1 എന്ന് കിട്ടി. അപ്പോൾ സീക്വൻസ് എന്തായിരിക്കും? ഫസ്റ്റ് ടേം നമുക്ക് 1 കിട്ടി അല്ലേ. സെക്കൻഡ് ടേം എന്താ? സെക്കൻഡ് ടേം കിട്ടണമെങ്കിൽ ഫസ്റ്റ് ടേമിൻ്റെ കൂടെ നമ്മൾ എന്താ ആഡ് ചെയ്യണം? കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യണം അല്ലേ. കോമൺ ഡിഫറൻസ് ഹാഫ് അല്ലേ. പ്ലസ് ഹാഫ്. 1 പ്ലസ് ഹാഫ് അത് എത്രയാണ്? 1.5. ഓക്കെ, 1.5 കഴിഞ്ഞിട്ടുള്ള ടേം കിട്ടണമെങ്കിൽ അതിൻ്റെ കൂടെ കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യണം അല്ലേ. പ്ലസ് ഹാഫ്. 1.5 പ്ലസ് ഹാഫ് എത്രയാണ്? 2. ഇനി 2 കഴിഞ്ഞിട്ടുള്ള ടേം കിട്ടണമെങ്കിൽ 2ൻ്റെ കൂടെ കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യണം അല്ലേ. അതായത് പ്ലസ് ഹാഫ്. 2 പ്ലസ് ഹാഫ് എത്രയാണ്? 2.5. ഓക്കെ, ഇനി അത് കഴിഞ്ഞിട്ടുള്ള ടേം കിട്ടണമെങ്കിൽ അതിൻ്റെ കൂടെ നമ്മൾ എന്താ ആഡ് ചെയ്യണം? കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യണം അല്ലേ. ദാറ്റ് ഈസ് പ്ലസ് ഹാഫ്. ദാറ്റ് ഈസ് 3. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് 5 ടേംസ് ആയില്ലേ. ഇനി ഫോർത്ത് ക്വസ്റ്റ്യൻ നോക്കാം. ഇവിടെ ഫിഫ്ത്ത് ടേം തന്നിട്ടുണ്ട്. എത്രയാണ്? 8 ആണല്ലേ. പിന്നെ 9th ടേം തന്നിട്ടുണ്ട്. അതെത്രയാണ്? 10 ആണ് അല്ലേ. അപ്പോൾ ഫിഫ്ത്ത് ടേമിൻ്റെ കൂടെ എത്ര D ആഡ് ചെയ്യുമ്പോഴാണ് 9th ടേം കിട്ടുക? അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഈ 9ൽ നിന്നും 5 മൈനസ് ചെയ്യുക. 9 - 5 അതെത്രയാണ്? 4 അല്ലേ. സോ പ്ലസ് 4D അല്ലേ. 4 ടൈംസ് കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 9th ടേം കിട്ടുന്നു അല്ലേ. ദാറ്റ് ഈസ് ഫിഫ്ത്ത് ടേം എത്രയാണ്? 8 ആണ് അല്ലേ. അപ്പോൾ 8 പ്ലസ് 4D ഈസ് ഈക്വൽ ടു 9th ടേം 10 അല്ലേ. അപ്പോൾ ഇതിൽ നിന്ന് 4D കാണാം. അതിന് വേണ്ടി എന്ത് ചെയ്യണം? ഇവിടെ 8നെ ആഡ് ചെയ്ത് വെക്കുകയല്ലേ. സോ ഈ പ്ലസ് 8നെ ഈക്വൽ ടുൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ -8 ആകും. സോ 4D ഈസ് ഈക്വൽ ടു 10 - 8. ദാറ്റ് ഈസ് 4D ഈസ് ഈക്വൽ ടു 10 - 8 എത്രയാണ്? 2 ആണല്ലേ. സോ 4D 2 ആണ്. അപ്പോൾ D എന്തായിരിക്കും? ഇവിടെ 4നെ ഇൻറ്റു ചെയ്തേക്കുമല്ലേ. അപ്പോൾ ഇൻറ്റു 4നെ ഈക്വൽ ടുൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുക. അപ്പോൾ /4 ആകും അല്ലേ. സോ D ഈസ് ഈക്വൽ ടു 2/4. ദാറ്റ് ഈസ് 2/4നെ നമുക്ക് എങ്ങനെ എഴുതാം? ഇത് വെട്ടി ചെറുതാക്കാമല്ലോ. 2നെ നമുക്ക് 2 × 1 എന്ന് എഴുതാം. 4നെ നമുക്ക് 2 × 2 എന്ന് എഴുതാം. ന്യൂമറേറ്ററിലുള്ള 2ഉം ഡിനോമിനേറ്ററിലുള്ള 2ഉം ക്യാൻസൽ ചെയ്യാം. ബാക്കിയുള്ള 1/2 ആണല്ലേ. അപ്പോൾ 2/4 എന്ന് വെച്ചാൽ എന്താണ്? 1/2 ആണല്ലേ. അപ്പോൾ D ഹാഫ് ആണ്. ഓക്കെ, ഇനി നമുക്ക് എന്ത് ഫസ്റ്റ് ടേം കണ്ടുപിടിക്കണം അല്ലേ. അപ്പോൾ ഫസ്റ്റ് ടേം എത്രയാണെന്ന് തന്നിട്ടില്ല. പക്ഷേ ഫിഫ്ത്ത് ടേം തന്നിട്ടുണ്ട് അല്ലേ. ഫിഫ്ത്ത് ടേം എത്രയാണ്? 8 ആണ് അല്ലേ. അപ്പോൾ ഫസ്റ്റ് ടേമിൻ്റെ കൂടെ എത്ര D ആഡ് ചെയ്യുമ്പോഴാണ് ഫിഫ്ത്ത് ടേം കിട്ടുക? അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഈ 5ൽ നിന്നും ഈ 1 മൈനസ് ചെയ്യണം. 5 - 1 അതെത്രയാണ്? 4 അല്ലേ. അപ്പോൾ 4D അല്ലേ. ഫസ്റ്റ് ടേമിൻ്റെ കൂടെ 4D ആഡ് ചെയ്യുമ്പോൾ ഫിഫ്ത്ത് ടേം കിട്ടുന്നു. ദാറ്റ് ഈസ് ഫസ്റ്റ് ടേം പ്ലസ് 4D ഈസ് ഈക്വൽ ടു ഫിഫ്ത്ത് ടേം എത്രയാണ്? 8 അല്ലേ. ദാറ്റ് ഈസ് ഫസ്റ്റ് ടേം പ്ലസ് 4 × D. 4 × D എത്രയാണ്? 4D എന്ന് പറഞ്ഞാൽ 4 × D എത്രയാണ്? ഇവിടെ ഹാഫ് അല്ലേ. 4 × ഹാഫ്. 4 × ഹാഫ് എന്ന് വെച്ചാൽ 4ൻ്റെ ഹാഫ് അതെത്ര? 2 അല്ലേ.
സോ 4d എന്ന് വെച്ചാൽ 2 ആണ്. ഓക്കെ, അപ്പോൾ 2 ഈസ് ഈക്വൽ ടു 8. അപ്പോൾ ഇതിൽ നിന്ന് ഫസ്റ്റ് ടേം കണ്ടുകൂടെ? അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? ഇവിടെ 2നെ ആഡ് ചെയ്തേക്കുമല്ലേ, പ്ലസ് 2നെ ഈക്വൽ ടു അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ -2 ആകും അല്ലേ. സോ ഫസ്റ്റ് ടേം ഈസ് ഈക്വൽ ടു 8 - 2. ദാറ്റ് ഈസ് 8 - 2 എത്രയാണ്? 6 ആണ് അല്ലേ. സോ ഫസ്റ്റ് ടേം 6 എന്ന് കിട്ടി. അപ്പോൾ സീക്വൻസ് എന്തായിരിക്കും? ഫസ്റ്റ് ടേം എത്രയാണ്? 6 അല്ലേ. നെക്സ്റ്റ് ടേം കിട്ടണമെങ്കിൽ അതിൻ്റെ കൂടെ നമ്മൾ കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യണം അല്ലേ. കോമൺ ഡിഫറൻസ് ഹാഫ് അല്ലേ, അപ്പോൾ പ്ലസ് ഹാഫ്. 6 + ½ എത്രയാണ്? 6½ ഓക്കെ. ഇനി അടുത്ത ടേം കിട്ടണമെങ്കിൽ അതിൻ്റെ കൂടെ നമ്മൾ കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യണം, പ്ലസ് ഹാഫ്. 6½ + ½ എത്രയാണ്? 7 ഓക്കെ. ഇനി അടുത്ത ടേം കിട്ടണമെങ്കിൽ അതിൻ്റെ കൂടെ കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യണം, പ്ലസ് ഹാഫ് അല്ലേ. 7 + ½ എത്രയാണ്? 7½. ഇനി അതിൻ്റെ അടുത്ത ടേം കിട്ടണമെങ്കിൽ അതിൻ്റെ കൂടെ നമ്മൾ കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യണം, പ്ലസ് ഹാഫ് അല്ലേ. 7½ + ½ എത്രയാണ്? 8 ആണ്. ഓക്കെ, അപ്പോൾ ഇതാണ് സീക്വൻസ് ഫസ്റ്റ് 5 ടേംസ്. ഓക്കെ, ഫിഫ്ത്ത് ടേം തന്നിട്ടുണ്ട്, അതെത്രയാണ്? 7 ആണല്ലേ. പിന്നെ 7th ടേം തന്നിട്ടുണ്ട്, അതെത്രയാണ്? 5 ആണ് അല്ലേ. ഫിഫ്ത്ത് ടേമിൻ്റെ കൂടെ എത്ര ഡി ആഡ് ചെയ്യുമ്പോൾ 7th ടേം കിട്ടുന്നു? അത് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഈ 7ൽ നിന്നും 5 മൈനസ് ചെയ്യുക. 7 - 5 എത്രയാണ്? 2 അല്ലേ. അപ്പോൾ 2d. ഫിഫ്ത്ത് ടേമിൻ്റെ കൂടെ 2d ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 7th ടേം കിട്ടുന്നു അല്ലേ. ഫിഫ്ത്ത് ടേം എത്ര? 7 അല്ലേ. സോ 7 + 2d ഈസ് ഈക്വൽ ടു 7th ടേം. 7th ടേം എത്രയാണ്? 5 അല്ലേ. അപ്പോൾ 7 + 2d ഈസ് ഈക്വൽ ടു 5. ഇതിൽ നിന്നും 2d കണ്ടുകൂടെ? അതിന് വേണ്ടി എന്ത് ചെയ്യണം? ഈ 7 ഇവിടെ ആഡ് ചെയ്തേക്കുമല്ലേ, അപ്പോൾ ഈ +7 ഈക്വൽ ടുൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ -7 ആകും അല്ലേ. സോ 2d ഈസ് ഈക്വൽ ടു 5 - 7. സോ 2d ഈസ് ഈക്വൽ ടു 5 - 7 എത്രയാണ്? 7 - 5 2 ആണ്. അപ്പോൾ 5 - 7 എന്തായിരിക്കും? -2 ആയിരിക്കും അല്ലേ. അപ്പോൾ 2d - 2 ആണ്. അപ്പോൾ d എന്തായിരിക്കും? ഇതിന് വേണ്ടിയിട്ട് ഈ 2നെ ഇവിടെ ഇൻറ്റു ചെയ്തേക്കില്ലേ, അപ്പോൾ ഇൻറ്റു 2നെ ഈക്വൽ ടുൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ /2 ആകും. സോ d ഈസ് ഈക്വൽ ടു -2/2. -2/2 എത്രയാണ്? 2/2 1 ആണ്, പിന്നെ ഒരു മൈനസ് കൂടി ഉണ്ടല്ലേ, അപ്പോൾ -1 ആണ് ഇവിടുത്തെ കോമൺ ഡിഫറൻസ്. ഓക്കെ, അപ്പോൾ ഇനി ഫസ്റ്റ് ടേം കണ്ടുപിടിക്കാം. ഫസ്റ്റ് ടേം എത്രയാണെന്ന് അറിയില്ല, പക്ഷെ ഫിഫ്ത്ത് ടേം തന്നിട്ടുണ്ട്. ഫിഫ്ത്ത് ടേം എത്രയാണ്? 7 ആണ് അല്ലേ. അപ്പോൾ ഫസ്റ്റ് ടേമിൻ്റെ കൂടെ എത്ര ആഡ് ചെയ്യുമ്പോഴാണ്, എത്ര കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യുമ്പോഴാണ് ഫിഫ്ത്ത് ടേം കിട്ടുക? അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഈ 5ൽ നിന്നും ഈ 1 മൈനസ് ചെയ്യുക. 5 - 1 4 അല്ലേ. അപ്പോൾ 4d. ഓക്കെ, ഫസ്റ്റ് ടേം + 4d ഈസ് ഈക്വൽ ടു ഫിഫ്ത്ത് ടേം. That is first term plus 4d എത്രയാണ്? 4d എന്ന് വെച്ചാൽ 4 ഇൻറ്റു d എത്രയാണ്? -1 അല്ലേ. 4 ഇൻറ്റു -1 അത് എത്രയാണ്? -4 ആണ് അല്ലേ. അപ്പോൾ ഫസ്റ്റ് ടേം -4 ഈസ് ഈക്വൽ ടു എന്താണ്? ഫിഫ്ത്ത് ടേം. ഫിഫ്ത്ത് ടേം എത്രയാണ്? 7 ആണ് അല്ലേ. സോ ദിസ് ഈസ് പ്ലസ് ഓഫ് മൈനസ്. ഇനി നമുക്ക് എങ്ങനെ എഴുതാം? പ്ലസ് ഓഫ് മൈനസ് എന്ന് വെച്ചാൽ മൈനസ് ആണ് അല്ലേ. അപ്പോൾ ഇതെന്താണ്? മൈനസ് എന്ന് എഴുതാം. ഓക്കെ, ഫസ്റ്റ് ടേം -4 ഈസ് ഈക്വൽ ടു 7. ഇനി ഫസ്റ്റ് ടേം കണ്ടുകൂടെ? അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? ഈ -4നെ ഈക്വൽ ടുൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ എന്താവും? +4 ആകും അല്ലേ. സോ ഫസ്റ്റ് ടേം ഈസ് ഈക്വൽ ടു 7 + 4. 7 + 4 എത്രയാണ്? 11 ആണ് അല്ലേ. അപ്പോൾ ഫസ്റ്റ് ടേം എത്ര കിട്ടി? 11 ആണ്. അപ്പോൾ ഇനി സീക്വൻസ് കണ്ടുകൂടെ? സീക്വൻസിൽ ഫസ്റ്റ് ടേം 11 ആണ്. അടുത്ത ടേം എന്തായിരിക്കും? അത് കാണാൻ വേണ്ടിയിട്ട് അതിൻ്റെ കൂടെ കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യുക അല്ലേ. അപ്പോൾ പ്ലസ് എന്താണ്? കോമൺ ഡിഫറൻസ് -1 അല്ലേ, -1 അല്ലേ. പ്ലസ് ഓഫ് മൈനസ് മൈനസ് ആണല്ലേ. അപ്പോൾ 11 - 1 അത് എത്രയാണ്? 10 ആണ്. സോ നെക്സ്റ്റ് ടേം ഈസ് 10. ഓക്കെ, ഇനി അടുത്ത ടേം കണ്ടെങ്കിൽ അതിൻ്റെ കൂടെ കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യുക. പ്ലസ് എത്രയാണ്? d -1 അല്ലേ. അപ്പോൾ പ്ലസ് ഓഫ് മൈനസ് എന്ന് വെച്ചാൽ മൈനസ് ആണ്. 10 - 1 അത് എത്രയാണ്? 9 ആണ്. ഓക്കെ, അടുത്ത ടേം കാണണമെങ്കിൽ അതിൻ്റെ കൂടെ കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യുക. പ്ലസ് എന്താണ്? -1 ആണല്ലേ കോമൺ ഡിഫറൻസ്. അപ്പോൾ 9 - 1 അത് എത്രയാണ്? 8 ആണ് അടുത്ത ടേം. അടുത്ത ടേം കിട്ടണമെങ്കിൽ അതിൻ്റെ കൂടെ കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യുക. പ്ലസ് എത്രയാണ്? കോമൺ ഡിഫറൻസ് -1 അല്ലേ. പ്ലസ് ഓഫ് -1 എന്ന് വെച്ചാൽ എന്താണ്? -1 അല്ലേ. 8 - 1 എത്രയാണ്? 7. സോ നെക്സ്റ്റ് ടേം ഈസ് 7. സോ ഇതാണ് സീക്വൻസ്.
ചില സമാന്തര ശ്രേണികളിലെ രണ്ട് നിശ്ചിത സ്ഥാനത്തുള്ള പദങ്ങൾ ചുവടെ പറഞ്ഞിരിക്കുന്നു. ഓരോ ശ്രേണിയുടെയും ആദ്യത്തെ 5 പദങ്ങൾ എഴുതുക. ആദ്യത്തെ ചോദ്യം, മൂന്നാം പദം 34 എന്നും ആറാം പദം 67 എന്നും തന്നിട്ടുണ്ട് അല്ലേ. നമുക്ക് പൊതുവ്യത്യാസം ഡി ആയിട്ട് എല്ലാ ക്വസ്റ്റ്യനിലും എടുക്കാം. ഓക്കെ, അപ്പോൾ മൂന്നാം പദത്തിൻ്റെ കൂടെ എത്ര ഡി കൂട്ടുമ്പോഴാണ് ആറാം പദം കിട്ടുക? അതിന് വേണ്ടിയിട്ട് ഈ 6ൽ നിന്ന് 3 കുറയ്ക്കുക. 6ൽ നിന്ന് 3 കുറച്ചാലും 3 അല്ലേ. അപ്പോൾ മൂന്നാം പദത്തിൻ്റെ കൂടെ 3 ഡി കൂട്ടിയാൽ നമുക്ക് ആറാം പദം കിട്ടും അല്ലേ. അതായത് മൂന്നാം പദം 34ഉം ആറാം പദം 67 അല്ലേ. അപ്പോൾ 34 + 3d = 67. അപ്പോൾ ഇതിൽ നിന്നും 3d എത്രയാണെന്ന് കാണാം. അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? ഈ +34നെ ഇക്വൽറ്റിൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ -34 ആകും. അപ്പം 3d = 67 - 34. അതെത്രയാണ്? 33 അല്ലേ. അപ്പോൾ അതിൽ നിന്ന് d കാണാം. അതിന് വേണ്ടിയിട്ട് ഈ × 3നെ ഇക്വൽറ്റിൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ /3 ആകും അല്ലേ. അപ്പോൾ d = 33/3. അതെത്ര? d എത്ര കിട്ടും? 33/3 11 അല്ലേ. അപ്പോൾ d എത്ര? 11 അല്ലേ. അപ്പോൾ ഇനി നമുക്ക് ഒന്നാം പദം കാണണം. ഒന്നാം പദം എത്രയാണെന്ന് നമുക്കറിയില്ല, പക്ഷേ മൂന്നാം പദം എത്രയാണെന്ന് തന്നിട്ടുണ്ട്. 34 ആണല്ലേ. അപ്പോൾ ഒന്നാം പദത്തിൻ്റെ കൂടെ എത്ര ഡി കൂട്ടുമ്പോഴാണ് മൂന്നാം പദം കിട്ടുക? അതിന് വേണ്ടിയിട്ട് ഈ 3ൽ നിന്ന് 1 മൈനസ് ചെയ്യുക. 3 - 1 എത്രയാണ്? 2 അല്ലേ. അപ്പോൾ ഒന്നാം പദം + 2d ആണ് എന്ത്? മൂന്നാം പദം അല്ലേ. ഒന്നാം പദം + 2d = മൂന്നാം പദം എത്രയാണ്? 34 അല്ലേ. = 34. ഡി എത്രയാണ്? ഡി 11 ആണ്. അപ്പോൾ 2d എന്ന് പറഞ്ഞാൽ എന്താ? 2 × 11, അത് 22 ആണ് അല്ലേ. അപ്പോൾ ഒന്നാം പദം + 22 എന്ന് പറയുന്നത് എന്താണ്? 34 ആണ്. അപ്പോൾ ഇതിൽ നിന്നും നമുക്ക് ഒന്നാം പദം കണ്ടുപിടിച്ചുകൂടെ. അതിന് വേണ്ടി എന്ത് ചെയ്യണം? ഈ +22നെ ഇക്വൽറ്റിൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ -22 ആകും അല്ലേ. സോ ഒന്നാം പദം = 34 - 22, അതെത്രയാണ്? 12. അപ്പോൾ ഒന്നാം പദം കിട്ടി അല്ലേ. അപ്പോൾ ശ്രേണി എന്ന് പറയുന്നത് എന്താ? ഒന്നാം പദം നമുക്ക് കിട്ടി 12. അപ്പോൾ അടുത്ത പദം എന്തായിരിക്കും? അതിൻ്റെ കൂടെ പൊതുവ്യത്യാസം കൂട്ടുക. അത് അല്ലേ. 12 പൊതുവ്യത്യാസം എത്ര? 11 അല്ലേ. അപ്പോൾ 12 + 11 അതെത്രയാണ്? 23 ആണ് അടുത്ത പദം. ഇനി അതിൻ്റെ അടുത്ത പദം കിട്ടണമെങ്കിൽ അതിൻ്റെ കൂടെ നമ്മൾ പൊതുവ്യത്യാസം കൂട്ടുക അല്ലേ. അപ്പോൾ 23 + 11 അതെത്രയാണ്? 34. അതിൻ്റെ അടുത്ത പദം കിട്ടണമെങ്കിൽ അതിൻ്റെ കൂടെ നമ്മൾ 11 കൂട്ടുക. 34 + 11 അതെത്രയാണ്? 45. അതിൻ്റെ അടുത്ത പദം കിട്ടണമെങ്കിൽ അതിൻ്റെ കൂടെ പൊതുവ്യത്യാസം കൂട്ടുക അല്ലേ. അപ്പോൾ 45 + 11 എത്രയാണ്? 56. ഇനി നെക്സ്റ്റ് ചോദ്യത്തിൽ മൂന്നാം പദം 43 എന്നും ആറാം പദം 76 എന്നും തന്നിട്ടുണ്ട്. മൂന്നാം പദത്തിൻ്റെ കൂടെ എത്ര പൊതുവ്യത്യാസം കൂട്ടുമ്പോഴാണ് ആറാം പദം കിട്ടുക? അത് കണ്ടുപിടിക്കാൻ വേണ്ടി 6ൽ നിന്ന് 3 കുറയ്ക്കുക. 6 - 3 എത്രയാണ്? 3 അല്ലേ. അപ്പോൾ 3d അല്ലേ. മൂന്നാം പദത്തിൻ്റെ കൂടെ 3d കൂട്ടുമ്പോഴാണ് നമുക്ക് ആറാം പദം കിട്ടുക അല്ലേ. മൂന്നാം പദം 43 അല്ലേ. അപ്പോൾ 43 + 3d = ആറാം പദം. ആറാം പദം 76 അല്ലേ. അപ്പോൾ ഇതിൽ നിന്നും 3d കാണാം. അതിന് വേണ്ടി എന്ത് ചെയ്യണം? ഈ +43നെ ഇക്വൽറ്റിൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ -43 ആകും അല്ലേ. അപ്പോൾ 3d = 76 - 43. 76 - 43 33 ആണല്ലേ. അപ്പോൾ 3d = 33. അപ്പോൾ d എങ്ങനെ കാണാം? d കാണാൻ വേണ്ടിയിട്ട് ഈ × 3നെ ഇക്വൽറ്റിൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ /3 ആകും അല്ലേ. അപ്പോൾ d = 33/3 അതെത്രയാണ്? 11. അപ്പോൾ d 11 കിട്ടി. ഇനി ഒന്നാം പദം കണ്ടുപിടിക്കാം. ഒന്നാം പദം എത്രയാണെന്ന് അറിയില്ല, പക്ഷേ മൂന്നാം പദം 43 ആണെന്ന് തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഒന്നാം പദത്തിൻ്റെ കൂടെ എത്ര പൊതുവ്യത്യാസം കൂട്ടുമ്പോഴാണ് മൂന്നാം പദം കിട്ടുക? അതിന് വേണ്ടി ഈ 3ൽ നിന്ന് 1 മൈനസ് ചെയ്യുക. 3 - 1 എത്രയാണ്? 2 ആണല്ലേ. അപ്പോൾ 2d. ഒന്നാം പദത്തിൻ്റെ കൂടെ 2d കൂട്ടുമ്പോഴാണ് മൂന്നാം പദം കിട്ടുക അല്ലേ. ഒന്നാം പദം + 2d = മൂന്നാം പദം എത്രയാണ്? 43. d എത്രയാണ്? 11 ആണ് കിട്ടിയത്. അപ്പോൾ 2d എന്തായിരിക്കും? 2 × 11 അതായത് 22 ആയിരിക്കും അല്ലേ. അപ്പോൾ ഒന്നാം പദം + 22 = 43. ഇതിൽ നിന്ന് നമുക്ക് ഒന്നാം പദം കണ്ടുപിടിക്കാം. അതിന് വേണ്ടിയിട്ട് +22നെ ഇക്വൽറ്റിൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ -22 ആകും അല്ലേ. സോ ഒന്നാം പദം = 43 - 22 അതെത്രയാണ്? 21. അപ്പോൾ ശ്രേണി എന്തായിരിക്കും? ശ്രേണിയുടെ ഒന്നാം പദം നമുക്ക് കിട്ടി 21 ആണ്. അടുത്ത പദം എന്തായിരിക്കും? അത് കാണാൻ വേണ്ടിയിട്ട് അതിൻ്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യണം? പൊതുവ്യത്യാസം കൂട്ടണം. പൊതുവ്യത്യാസം എത്ര? d 11 അല്ലേ. അപ്പോൾ 21 + 11 അത് 32. അതിനടുത്ത പദം കിട്ടണമെങ്കിൽ അതിൻ്റെ കൂടെ 11 കൂട്ടണം, അത് 43. അതിനടുത്ത പദം കിട്ടണമെങ്കിൽ അതിൻ്റെ കൂടെ 11 കൂട്ടണം, അത് 54. അതിനടുത്ത പദം കിട്ടണമെങ്കിൽ അതിൻ്റെ കൂടെ 11 കൂട്ടണം, അത് എത്രയാണ്? 65. ഇനി മൂന്നാമത്തെ ചോദ്യം. മൂന്നാം പദം 2 എന്നും അഞ്ചാം പദം 3 എന്നും തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ മൂന്നാം പദത്തിൻ്റെ കൂടെ എത്ര
പൊതുവ്യത്യാസം കൂട്ടുമ്പോഴാണ് അഞ്ചാം പദം കിട്ടുക. അതിനു വേണ്ടി 5ൽ നിന്ന് 3 കുറക്കുക. 5 - 3 എത്ര? 2 അല്ലേ? അപ്പോൾ 2d. മൂന്നാം പദത്തിൻ്റെ കൂടെ 2d കൂട്ടുമ്പോൾ നമുക്ക് അഞ്ചാം പദം കിട്ടും അല്ലേ? അതായത് മൂന്നാം പദം 2 ആണെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ 2 + 2d = 3 അല്ലേ? അപ്പോൾ ഇതിൽ നിന്നും 2d കാണാം. അതിനു വേണ്ടി ഈ +2നെ =ൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ -2 ആവും അല്ലേ? അപ്പോൾ 2d = 3 - 2 അത് എത്രയാണ്? 1 ആണല്ലേ? അപ്പോൾ d എന്തായിരിക്കും? അതിന് വേണ്ടിയിട്ട് × 2നെ =ൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ /2 ആവും അല്ലേ? അപ്പോൾ d = 1/2 അതായത് അര അല്ലേ? d എന്ന് പറയുന്ന അരയാണ്. അതായത് പൊതുവ്യത്യാസം നമുക്ക് എന്ത് കിട്ടി? അര കിട്ടി. അപ്പോൾ ഇനി ഒന്നാം പദം കണ്ടുകൂടെ? അതിന് വേണ്ടിയിട്ട് ഒന്നാം പദം എത്രയാണെന്ന് നമുക്ക് അറിയില്ല. പക്ഷേ മൂന്നാം പദം എത്രയാണ്? 2 ആണെന്ന് തന്നിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഒന്നാം പദം മൂന്നാം പദം തമ്മിലുള്ള വ്യത്യാസം എന്താണ്? അതായത് ഒന്നാം പദത്തിൻ്റെ കൂടെ എത്ര പൊതുവ്യത്യാസം കൂട്ടുമ്പോഴാണ് മൂന്നാം പദം കിട്ടുക? അതിന് വേണ്ടിയിട്ട് 3ൽ നിന്ന് 1 കുറക്കുക. 3 - 1 എത്ര? 2 ആണല്ലേ? അപ്പോൾ 2d കൂട്ടണം. ഒന്നാം പദത്തിൻ്റെ കൂടെ 2d കൂട്ടിയാലും മൂന്നാം പദം കിട്ടും അല്ലേ? മൂന്നാം പദം എത്രയാണ്? 2 ആണല്ലേ? അപ്പോൾ ഒന്നാം പദം + 2d = 2. 2d എന്ന് പറഞ്ഞാൽ എന്താണ്? d എന്ന് പറഞ്ഞാൽ അരയാണ്. അപ്പോൾ 2d എന്ന് പറഞ്ഞാൽ 2 × അര അതെത്രയാണ്? 1 ആണല്ലേ? അപ്പോൾ ഒന്നാം പദം + 1 = 2. അപ്പോൾ ഇതിൽ നിന്ന് ഒന്നാം പദം കണ്ടുകൂടെ? അതിന് വേണ്ടി എന്ത് ചെയ്യണം? ഈ +1നെ =ൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ -1 ആകും. സോ ഒന്നാം പദം = 2 - 1 അത് എത്രയാണ്? 1 ആണ് അല്ലേ? അപ്പോൾ ശ്രേണി എന്ന് പറയുന്നത് എന്താണ്? ഒന്നാം പദം 1 എന്ന് കിട്ടി. അതിൻ്റെ കൂടെ എന്തൊക്കെ കൂട്ടണം? പൊതുവ്യത്യാസം കൂട്ടിയാൽ അടുത്ത പദം കിട്ടും അല്ലേ? അപ്പോൾ 1 + അര അത് 1.5. അതിൻ്റെ അടുത്ത പദം കിട്ടണമെങ്കിൽ അതിൻ്റെ കൂടെ അര കൂട്ടുക. അപ്പോൾ 1.5 + അര അത് 2 ആണ്. ഇനി അതിനടുത്ത പദം കിട്ടണമെങ്കിൽ അതിൻ്റെ കൂടെ അര കൂട്ടുക. അപ്പോൾ 2 + അര എത്ര? 2.5 ആണ്. ഇനി 2.5യുടെ അടുത്ത പദം കിട്ടണമെങ്കിൽ 2.5യുടെ കൂടെ അര കൂട്ടുക. അത് എത്രയാണ്? 3 ആണ് അല്ലേ? അപ്പോൾ ആദ്യത്തെ 5 പദങ്ങളായില്ലേ? ഇനി നാലാമത്തെ ചോദ്യം. അതിൽ അഞ്ചാമത്തെ പദം 8 എന്നും 9ാമത്തെ പദം 10 എന്നും തന്നിട്ടുണ്ട് അല്ലേ? അപ്പോൾ അഞ്ചാം പദത്തിൻ്റെ കൂടെ എത്ര പൊതുവ്യത്യാസം കൂട്ടുമ്പോഴാണ് 9ാം പദം കിട്ടുക? അതിന് വേണ്ടിയിട്ട് 9ൽ നിന്നും 5 കുറക്കുക. 9 - 5 എത്രയാണ്? 4 ആണ് അല്ലേ? അപ്പോൾ 4 പൊതുവ്യത്യാസം അതായത് 4d കൂട്ടുമ്പോഴാണ് എന്ത് കിട്ടുക? 9ാം പദം കിട്ടുക അല്ലേ? അഞ്ചാം പദം 8 അല്ലേ? അപ്പോൾ 8 + 4d = 9ാം പദം എത്രയാണ്? 10 അല്ലേ? അപ്പോൾ ഇതിൽ നിന്നും 4d കാണാമല്ലോ. അതിന് വേണ്ടി എന്ത് ചെയ്യണം? ഈ +8നെ =ൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ -8 ആകും. അപ്പോൾ 4d = 10 - 8 ദാറ്റ് ഈസ് 4d = 10 - 8 എത്ര? 2 അല്ലേ? 2. അപ്പം 4d 2 ആണ്. അപ്പോൾ d എന്തായിരിക്കും? അതിന് വേണ്ടിയിട്ട് × 4നെ =ൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ /4 ആകും അല്ലേ? അപ്പോൾ d = 2/4 അല്ലേ? 2/4നെ നമുക്ക് എങ്ങനെ എഴുതാം? 2നെ 2 × 1 എഴുതാം. /4നെ 2 × 2. അപ്പോൾ ഈ 2 ക്യാൻസലായി ബാക്കി എന്താ? അര കിട്ടും അല്ലേ? അപ്പോൾ 2/4 എന്ന് വെച്ചാൽ എന്താണ്? അരയാണ്. ഓക്കെ. അപ്പോൾ നമുക്ക് പൊതുവ്യത്യാസം കിട്ടി. ഇനി നമുക്ക് ഒന്നാം പദം കണ്ടുകൂടെ? ഒന്നാം പദം എത്രയാണെന്ന് തന്നിട്ടില്ല. പക്ഷേ അഞ്ചാം പദം 8 ആണെന്ന് അറിയാം അല്ലേ? അപ്പോൾ ഒന്നാം പദത്തിൻ്റെ എത്ര d കൂട്ടുമ്പോഴാണ് അഞ്ചാം പദം കിട്ടുക? അതിന് വേണ്ടി 5ൽ നിന്ന് 1 കുറക്കുക. 5 - 1 എത്ര? 4 അല്ലേ? അപ്പോൾ ഒന്നാം പദത്തിൻ്റെ കൂടെ 4d കൂട്ടുമ്പോൾ നമുക്ക് അഞ്ചാം പദം കിട്ടും അല്ലേ? ഒന്നാം പദം + 4d = അഞ്ചാം പദം. അഞ്ചാം പദം എത്രയാണ്? 8 അല്ലേ? അപ്പോൾ ഒന്നാം പദം + 4d എത്രയാണ്? 4 × d. d ഹാഫ് അല്ലേ? d അരല്ലേ? അപ്പോൾ 4 × അര എന്ന് വെച്ചാൽ 4ൻ്റെ അര അത് എത്ര? 2 ആണല്ലേ? അപ്പോൾ ഒന്നാം പദം + 2 = 8 അല്ലേ? അപ്പോൾ ഇതിൽ നിന്ന് ഒന്നാം പദം കണ്ടുകൂടെ? അതിന് വേണ്ടി എന്ത് ചെയ്യണം? ഈ +2നെ =ൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ -2 ആകും അല്ലേ? അപ്പോൾ ഒന്നാം പദം = 8 - 2 അത് എത്രയാണ്? 6 ആണ് അല്ലേ? അപ്പോൾ ഇനി ശ്രേണി എഴുതിക്കൂടെ? അപ്പോൾ ആദ്യത്തെ പദം എന്താണ്? ഒന്നാം പദം 6 എഴുതുക. ഇനി അടുത്ത പദം കിട്ടണമെങ്കിൽ അതിൻ്റെ കൂടെ പൊതുവ്യത്യാസം കൂട്ടുക. അതായത് 6 + അര അത് എത്രയാണ്? 6.5. അതിനടുത്ത പദം കിട്ടണമെങ്കിൽ അതിൻ്റെ കൂടെ അര കൂട്ടുക. 6.5 + അര അത് എത്രയാണ്? 7. 7ൻ്റെ അടുത്ത പദം കിട്ടണമെങ്കിൽ അതിൻ്റെ കൂടെ അര കൂട്ടുക. അപ്പോൾ 7.5 കിട്ടും. അതിൻ്റെ അടുത്ത പദം കിട്ടണമെങ്കിൽ അതിൻ്റെ കൂടെ അര കൂട്ടുക. അപ്പോൾ 7.5 + അര എത്രയാണ്? 8 അല്ലേ? ഇനി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ. അഞ്ചാം പദം 7 എന്നും 7ാം പദം 5 എന്നും തന്നിട്ടുണ്ട് അല്ലേ? അപ്പോൾ അഞ്ചാം പദത്തിൻ്റെ കൂടെ എത്ര d കൂട്ടുമ്പോഴാണ് 7ാം പദം കിട്ടുക? അതിന് വേണ്ടിയിട്ട് ഈ 7ൽ നിന്നും 5 മൈനസ് ചെയ്യുക. 7 - 5 2 അല്ലേ? അപ്പോൾ അഞ്ചാം പദത്തിൻ്റെ കൂടെ 2d കൂട്ടുമ്പോഴാണ് നമുക്ക് 7ാം പദം കിട്ടുക അല്ലേ? അഞ്ചാം പദം 7 ആണ്. അപ്പോൾ 7 + 2d = 7ാം പദം എത്രയാണ്? 5 അല്ലേ? അപ്പോൾ 2d ഇതിൽ നിന്ന് കണ്ടുകൂടെ? അതിന് വേണ്ടി എന്ത് ചെയ്യണം? ഈ +7നെ =ൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ -7 ആകും. അപ്പോൾ 2d = 5 - 7
അതായത് 2d = 5 - 7 എത്രയാണ്? 7 - 5 2ആണ്. അപ്പോൾ 5 - 7 -2 ആയിരിക്കും അല്ലേ? അപ്പോൾ 2d = -2. അപ്പോൾ d എന്തായിരിക്കും? അത് കാണാൻ വേണ്ടിയിട്ട് ഈ ഇൻറ്റു 2നെ ഇക്വൽറ്റിൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ /2 ആകും അല്ലേ? അപ്പോൾ d = എന്താണ്? -2/2. 2/2 1ആണ്, ഒരു മൈനസ് കൂടി ഉണ്ട്. അപ്പോൾ -1 എന്ന് കിട്ടും d അല്ലേ? ഇനി ഒന്നാം പദം കാണാം. ഒന്നാം പദം എത്രയാണെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. പക്ഷെ അഞ്ചാം പദം 7 ആണെന്ന് തന്നിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഒന്നാം പദത്തിൻ്റെ കൂടെ എത്ര d കൂട്ടുമ്പോഴാണ് അഞ്ചാം പദം കിട്ടുക? അതിന് വേണ്ടിയിട്ട് ഈ 5ൽ നിന്ന് 1 കുറയ്ക്കുക. 5 - 1 4 അല്ലേ? അപ്പോൾ 4d കൂട്ടുമ്പോഴാണ് അഞ്ചാം പദം കിട്ടുക അല്ലേ? ഒന്നാം പദം പ്ലസ് 4d = 7 ആണ് കേട്ടോ. ഒന്നാം പദം പ്ലസ് 4d = അഞ്ചാം പദം. അഞ്ചാം പദം എത്രയാണ്? 7 അല്ലേ? അപ്പോൾ 7. 4d എന്ന് പറയുന്നത് എന്താണ്? 4 ഇൻറ്റു d -1 അല്ലേ? അപ്പോൾ 4 ഇൻറ്റു -1 അത് എത്രയാണ്? -4 അല്ലേ? അപ്പോൾ ഒന്നാം പദം -4 = എന്താണ്? 7 എന്ന് കിട്ടും അല്ലേ? അപ്പോൾ ഇതിൽ നിന്ന് ഒന്നാം പദം കാണാമല്ലോ. അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? ഈ -4നെ ഇക്വൽറ്റിൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ +4 ആകും അല്ലേ? അപ്പോൾ ഒന്നാം പദം = 7 + 4 അത് എത്രയാണ്? 11. ഓക്കെ. അപ്പോൾ ഇനി ശ്രേണി എഴുതിക്കൂടെ? ഒന്നാം പദം നമുക്ക് കിട്ടി 11 അല്ലേ? അപ്പം അടുത്ത പദം കിട്ടണമെങ്കിൽ അതിൻ്റെ കൂടെ നമ്മൾ പൊതുവ്യത്യാസം കൂട്ടണം അല്ലേ? അത് 11 + -1 പ്ലസ് ഓഫ് മൈനസ് എന്താണ്? മൈനസ് ആണല്ലേ? അപ്പോൾ 11 - 1 വരും. അത് എത്രയാണ്? 10. അതിനടുത്ത പദം കിട്ടണമെങ്കിൽ അതിൻ്റെ കൂടെ പൊതുവ്യത്യാസം കൂട്ടണം അല്ലേ? പ്ലസ് എന്താണ് പൊതുവ്യത്യാസം? -1 ആണ് അല്ലേ? അപ്പോൾ 10 - 1 അത് 9 വരും. അതിനടുത്ത പദം കിട്ടണമെങ്കിൽ അതിൻ്റെ കൂടെ -1 കൂട്ടുക. അപ്പോൾ എന്താണ്? 9 - 1 8 ആണ്. ഇനി അതിൻ്റെ അടുത്ത പദം കിട്ടണമെങ്കിൽ അതിൻ്റെ കൂടെ -1 കൂട്ടുക. 8 - 1 അത് എത്രയാണ്? 7 ആണ്. ഓക്കെ.